കർത്താവ് ഇവരെ സുഖപ്പെടുത്തി. അല്ലെങ്കിൽ ഇവർക്കിങ്ങനെ സംസാരിക്കാനാവില്ല. ഇവർക്ക് സൗഖ്യം കിട്ടിയത് എവിടെയാ? ഇവരുടെ ആത്മാവിലാ. കണ്ടോ, ശരീരമൊക്കെ ഒന്നിനും ഉപകരിക്കുകയില്ല, ആത്മാവിൽ സൗഖ്യപ്പെട്ടിരിക്കുകയാണ്. ആത്മാവ് സന്തോഷം കൊണ്ട് സമാധാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ആ സ്ത്രീ മരിച്ചു. പ്രിയമുള്ളവർ, 2 കൊച്ചുങ്ങളുണ്ട്. അവർ പറഞ്ഞു, എനിക്ക് ആ കൊച്ചുങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ഉൾക്കണ്ടയില്ല. ദൈവം നോക്കുകയില്ലേ? ദൈവം തന്ന കുഞ്ഞുങ്ങളല്ലേ, അവരെ ദൈവം നോക്കുകയില്ലേ? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് ആ സ്ത്രീ മരിച്ചു. എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ കാണാൻ പോയവരൊക്കെ പറഞ്ഞു, സത്യത്തിൽ ചിരിച്ചുകൊണ്ട് കിടക്കുന്നൊരു സ്ത്രീയെ പോലെ, ഇതാ വളരെ ചിരിച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്നൊരു സ്ത്രീയെ പോലെ അവളുടെ മുഖം പ്രകാശിച്ചിരുന്നു. പ്രിയമുള്ളവരെ, അതാണ് ഇതാ ദൈവിക സൗഖ്യം, ദൈവിക കൃപ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയ ഒരു വ്യക്തിയുടെ പ്രത്യേകത. അവർ രോഗാവസ്ഥയിൽ പോലും, അതുപോലെ ദുരിതങ്ങളിലും കഷ്ടപ്പാടുകളും തളർച്ചകളിലും വീഴ്ചകളിലുമൊന്നും അവരെന്ത് ചെയ്യല? ദുഃഖിക്കത്തില്ല, തളർന്നു പോകത്തില്ല. പ്രിയമുള്ളവരെ, അവർ ശക്തരായിട്ട് നിലനിൽക്കും. അതാണ് പ്രത്യേകത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇതാ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം. നിങ്ങൾ ഏത് മേഖലയിലായിക്കൊള്ളട്ടെ തളർന്നു പോയത്, ആ മേഖലയിൽ നിങ്ങൾ പരിശുദ്ധാത്മാവ് വരുന്നതോടുകൂടി ദുഃഖങ്ങൾ വിട്ടുമാറുന്നവരായിത്തീരും, അസ്വസ്ഥതകൾ വിട്ടുമാറിത്തീരുന്നവരായി, അതിനെക്കുറിച്ചുള്ള എല്ലാ ചിന്തകളും വിട്ടുകളയുന്നവരായി നിങ്ങൾ മാറാനിടയായിത്തീരും. പ്രിയമുള്ളവർ, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഇനി വായിക്കാം. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ, എൻ്റെ ദാസന്മാരുടെ മേലും എൻ്റെ ദാസികളുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ആരുടെ മേലാണ്? ആരുടെ മേലാണ്? എൻ്റെ ദാസന്മാരുടെ മേലും ദാസികളുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അപ്പോൾ പ്രിയമുള്ളവരെ, ആരുടെ മേലാണ് പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നത്? ആരുടെ മേലാണ് പകരപ്പെടുന്നത്? ദാസന്റെ മേലും ദാസിയുടെ മേലുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആരാണ് ദാസൻ, ആരാണ് ദാസി? യജമാനൻ്റെ ഇഷ്ടം അപ്പപ്പോൾ തിരിച്ചറിഞ്ഞ് ആ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കാൻ കഴിവ് കിട്ടിയ വ്യക്തിക്കാണ് യഥാർത്ഥ ദാസനെന്ന് പറയുന്നത്. ഒരു യഥാർത്ഥ ദാസൻ്റെ പ്രത്യേകം, ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു നല്ല ദാസനുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം ചായയാണോ കാപ്പിയാണോ അവന് കൃത്യമായിട്ടറിയും. നമ്മൾ പറയുകയാണ്, എടാ ഒരു ചായ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാൽ ഉടനെ ദാസൻ, നല്ല ദാസനാണെങ്കിൽ കൃത്യമായി ചായ ഇട്ടുകൊണ്ട് വരും. ഇല്ലെങ്കിലോ ചായ എന്ന് പറഞ്ഞാൽ കാപ്പിയും കൊണ്ടുവരും, കാപ്പി എന്ന് പറഞ്ഞാൽ ചായയും കൊണ്ടുവരും. ഇതാ ദാസന. പക്ഷേ യഥാർത്ഥ ദാസനായിരിക്കില്ല, നല്ല ദാസനായിരിക്കില്ല. നല്ല ദാസൻ്റെ പ്രത്യേകത എന്താ? യജമാനൻ്റെ ഇംഗിതങ്ങളൊക്കെ അപ്പപ്പോൾ തിരിച്ചറിഞ്ഞ് ആ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒത്തവിധം അവൻ്റെ ജീവിതം കൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ദാസൻ. അങ്ങനാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവപിതാവിൻ്റെ ഇഷ്ടങ്ങൾക്കൊത്ത വിധം നമ്മളുടെ ജീവിതം കൊണ്ട് പ്രതികരിക്കാൻ പറ്റുന്ന മാനസിക, ശാരീരിക, ആത്മീയ അവസ്ഥയിലേക്ക് നാം ഉയരുമ്പോഴാണ് നാം യഥാർത്ഥ ദൈവത്തിൻ്റെ ദാസനായി തീരുന്നത്. അപ്പോഴാണ് തൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് ഇതാ പല വിധത്തിൽ പകരാൻ പരിശുദ്ധാത്മാവിന് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് പകരപ്പെടും. എങ്ങനെയാണ് പകരപ്പെടുന്നത്? പല വിധത്തിൽ പരിശുദ്ധാത്മാവ് പകരപ്പെടാം. നിങ്ങളെ ഇവിടെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത് പകരാൻ വേണ്ടിയാണ്. നമ്മളെങ്ങനെയാണ് രോഗം എങ്ങനെയാണ് പകരുന്നത്? രോഗം പകരുന്നത് എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരുന്നു, ഇവിടെ ഒരു ചിക്കൻ ബോക്സ് ബാധിച്ച ഒരാൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചു. നിങ്ങൾ ബോധപൂർവം അറിഞ്ഞിട്ടാണോ രോഗം പകരുന്നത്? ആണോ? നിങ്ങൾ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. ഒരാഴ്ച കഴിയുമ്പോൾ രോഗലക്ഷണങ്ങൾ ശരീരത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടോളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇരുന്നയാളിൽ നിന്ന് എന്തു പകർന്നു? രോഗാണുക്കൾ വായുവിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതിന് പറയുന്ന പേരാണ് പകരുക. കണ്ടോ? പകരുക. നിങ്ങൾ പോലും അറിഞ്ഞില്ല, പകരും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകരും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പകരുന്നത്? പല വിധത്തിലുണ്ട്. അതിലൊരു വിധമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 10:44. അപ്പോസ്തല പ്രവൃത്തികൾ 10:44 ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് പകരുന്ന മാർഗം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് പകർന്നു. ഒന്നുകൂടെ വായിക്കാം വചനം. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. കണ്ടോ, എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വരാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകർന്നു വരുന്ന ഒരു വഴിയാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലിരുന്നു കൊണ്ട് ദൈവവചനം കേൾക്കുക, ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങളറിയാതെ നിങ്ങളിലേക്ക് എന്ത് പകരും? പരിശുദ്ധാത്മാവിനെ പകരും. നിങ്ങൾ തിങ്കളാഴ്ച വന്ന പോലെയാണോ ഇപ്പോൾ ഇരിക്കുന്നത്? ആണോ? അല്ല. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറി, ബന്ധനങ്ങൾ മാറി, രോഗങ്ങൾക്ക് കുറവ് വന്നു, അതുപോലെ ശാരീരിക മാനസികാവസ്ഥകൾ മാറ്റമുണ്ടായി. നിങ്ങളെ ദേഹത്തോട്ട് ആരെങ്കിലും എല്ലാം കോരി ഒഴിച്ചോ? ഇല്ല. ഇഞ്ചക്ഷൻ നൽകിയോ? ഇല്ല. മറിച്ച് ഇതാ ദൈവത്തിൻ്റെ വചനം, പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും വചനങ്ങളാണ് ഇവിടുന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്? പരിശുദ്ധാത്മാവ് പകർന്നുകൊണ്ടിരിക്കുക. ചിലർ ധ്യാനം കൂടാനാന്ന് പറഞ്ഞ് വരും. എന്നിട്ട് എന്ത് ചെയ്യാണ്? മിക്കവാറും സമയങ്ങൾ നോക്കുമ്പോൾ ചിലർ ഭക്ഷണം ഉണ്ടാക്കുന്നിടത്ത് കാണും. അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കും. അതിനുശേഷം വേറെ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങി നിൽക്കുന്നത് കാണാൻ സാധിക്കും. മിക്കവാറും ചിലർ എന്ത് ചെയ്യാണ്? ഫോണുണ്ട്, 2-3 എണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാ പ്രത്യേകമായിട്ട് തൂത്തുകുട്ടി ചാപ്പൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോൺ സറണ്ടർ ചെയ്യണം. അതാണ് തൂത്തുകുട്ടി ചാപ്പൽ ഒരു പാരമ്പര്യ രീതിയാണ്. അതുകൊണ്ട് സറണ്ടർ ചെയ്യാൻ ഒരു പ്രത്യേക ഫോൺ ഇവിടെ കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഉപയോഗിക്കാൻ 2 ഫോൺ വേറെ പോക്കറ്റിൽ കരുതുന്നു. ഇതൊക്കെ പരിശുദ്ധാത്മാവിനെതിരായി നടത്തുന്ന കടുത്ത വഞ്ചനയാണ്. കണ്ടോ, കടുത്ത വഞ്ചനയാണ്. ഇവിടുത്തെ ഓരോ ഇൻസ്ട്രക്ഷനും എന്തിനാണ് നൽകുന്നതെന്നറിയാവോ? നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് പകരാനുള്ള മാർഗമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് പകരുന്ന മാർഗം തിരുവചനം കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് യാതൊരു കാര്യത്തിലേക്കും പോകാതെ പൂർണ്ണ സമയവും ഇവിടെ ഇരുന്ന് വചനം കേൾക്കാൻ പ്രത്യേക ക്രമീകരണം ചെയ്തിരിക്കുന്നത്. വേറൊന്നും കേൾക്കാതിരിക്കാനാണ് നിങ്ങളെ വിടാതിരിക്കുന്നത്. ഉണ്ടോ? അപ്പോൾ പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്നവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് അവർ പോലും അറിയാതെ വന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ വന്നതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങളിൽ പ്രകടമാകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, പ്രാർത്ഥിക്കണമെന്ന് തോന്നി, വചനം വായിക്കണമെന്ന് തോന്നി, തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നു. ഇതെല്ലാം ദൈവാത്മാവ് നിങ്ങളുടെ ഇടയിൽ വരുന്നതിൻ്റെ അടയാളങ്ങളാണ്. ഇനി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന ഒരു മാർഗമാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ഈ 39 മുതൽ 45 വരെയുള്ള വാക്യം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സഖറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. കണ്ടോ, എപ്പോഴാണ് പരിശുദ്ധാത്മാവ് എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന കൊച്ചു വരെ പരിശുദ്ധാത്മാവോട് നിറഞ്ഞു? അതിൻ്റെ അർത്ഥം എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന ആര് പരിശുദ്ധാത്മാവ് നിറയും? കൊച്ചു പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അങ്ങനെയാണെങ്കിൽ ചില പിള്ളേർ ഇതാ വയറ്റിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പേടി, അസ്വസ്ഥത, ഭയം, ഉത്കണ്ഠ, പിന്നെ മറ്റു പല സ്വഭാവവിശേഷങ്ങളും കാണിക്കാൻ കാരണം എന്താ? അമ്മ ദൈവാത്മാവ് നിറയുന്നതിന് പകരം ഇതാ ദൈവികമല്ലാത്ത ആത്മാവിനെ നിറഞ്ഞിരിക്കുകയായിരിക്കും. ടി വിയും കണ്ട് ഇതാ പ്രാർത്ഥനയില്ലാതെ ഭർത്താവുമായിട്ട് കുസ്തിയും പിടിച്ച് ജീവിക്കുന്ന കാലത്താണ് കുഞ്ഞുണ്ടായി. ദൈവത്തിൻ്റെ ആത്മാവ് ആ കുഞ്ഞിൽ പ്രവേശിച്ചില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യവും കട്ടപ്പോക. ഓർത്തോണം, നമ്മുടെ കാര്യം മാത്രമല്ല, കുഞ്ഞിൻ്റെ കാര്യവും പോക്കാം. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ആ കുഞ്ഞ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന് ഭൂമിയിൽ വന്നപ്പോൾ പറയാൻ പറ്റി, സത്യത്തിൽ സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ യോഹന്നാൻ സ്നാപകനെ പോലെ ഒരാൾ ഭൂമിയിലുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളും തലമുറയും ഇതാ ഭൂമിയിൽ നിന്ന് ജനിച്ചതിൽ ഏറ്റവും മെച്ചമെന്ന് ലോകം വാഴ്ത്താനിടയായി തീരണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയണം. അപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനെ പോലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളുടെ അഭിവാദനങ്ങൾ അവരെ സ്വീകരിക്കുക. അഭിവാദനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം സ്വീകരിക്കുന്നതിനാണ് അഭിവാദനം ചെയ്യുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ അറിയാൻ മേലാത്തവരെ കയറി ഗുഡ് മോർണിംഗ് എന്ന് പോലും പറയുമോ? ഇല്ല. അറിയാവുന്നവരെ കാണും പറയും ഗുഡ് മോർണിംഗ്. സ്വീകരിക്കുകയാണ്, പരസ്പരം അംഗീകരിക്കുകയും സ്വീകരിക്കുന്ന ലക്ഷണമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളവരെ സ്വീകരിച്ചാൽ പരിശുദ്ധാത്മാവ് നിറയും.
ഇതുകൊണ്ടാണല്ലോ നമ്മുടെ പെരുന്നാളുകൾക്കൊക്കെ വായിക്കുന്ന ഏവങ്കേലിയോൻ ഭാഗമാണ് എന്ത്? ഒരു പ്രത്യേക ഭാഗം വായിക്കാറുണ്ട്. ഒരു പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും. പിന്നെ ഒരു നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും. കണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ സഭയിൽ എത്രയോ വിശുദ്ധന്മാരുണ്ടായിട്ടുണ്ട്. ആ വിശുദ്ധന്മാരെ വിശുദ്ധന്മാരായി ജീവിതത്തിൽ അംഗീകരിക്കുകയും അവർ ചെയ്ത നല്ല കാര്യങ്ങളും അവർ പറഞ്ഞ നല്ല വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുകയും ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ആരായി തീരും? പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വിശുദ്ധന്മാരായി മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് വിശുദ്ധന്മാർ സഭയിലുണ്ടാകുന്നതും വിശുദ്ധന്മാരെക്കുറിച്ച് കേൾക്കുന്നതും പഠിക്കുന്നതും നല്ലതാണോ? നല്ലതാണ്. പരിശുദ്ധാത്മാവ് നിറയാൻ പ്രയോജനപ്പെടും പ്രിയമുള്ളവരെ. അതുകൊണ്ട് പിശാച് ഇന്ന് മനുഷ്യൻ്റെ തലയ്ക്കകത്ത് കൊടുക്കുന്ന ഒരു പ്രത്യേക ഉൾക്കാഴ്ചയാണ് വിശുദ്ധന്മാരെക്കുറിച്ച് കേൾക്കണ്ട, പഠിക്കണ്ട, ചിന്തിക്കണ്ട, അവരോട് പ്രാർത്ഥിക്കണ്ട. കണ്ടോ? അങ്ങനെ ചെയ്താൽ എന്താണ്? ദൈവാത്മാവ് കടന്നു വരാനുള്ള ഒരു മാർഗ്ഗം അടയും. സാത്താൻ്റെ പ്രത്യേക ഇടപെടലാണിത്. വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഒഴിവാക്കുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുവാനുള്ള ഒരു മാർഗം ഒഴിവാകും. പിന്നെ 2 മാർഗം പിശാചിന് അടച്ചാൽ പോരെ, വേറെ 2 മാർഗ്ഗമാണ് ഉള്ളത്. പിന്നെ എന്തടയ്ക്കണം? ഒന്ന്, വചനം കേൾക്കുന്നത് അങ്ങ് അടയ്ക്കണം. അത് പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളെന്ത് ചെയ്യും? പല കാരണങ്ങൾക്ക് നമുക്ക് ജോലിയുണ്ട്, അതുപോലെ നമുക്ക് അവിടെ വൈകിട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ട്, അയൽക്കൂട്ടമുണ്ട്, ഇങ്ങനെയെല്ലാം പറഞ്ഞ് എന്ത് ചെയ്യും? പിശാച് ആ ഭാഗം ഒഴിവാക്കിക്കോളും. പിന്നെ അടുത്ത മാർഗം പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവൃത്തികൾ 8:17. അപ്പോസ്തല പ്രവൃത്തികൾ 8:17. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വെച്ചു, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോസ്തോലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വെച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ തക്കവിധം ഈ ശക്തി എനിക്കും തരിക. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. എന്താണ് പരിശുദ്ധാത്മാവ്? ദൈവത്തിൻ്റെ ദാനമാണ്. കണ്ടോ? അപ്പം ദാനം സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ, നമുക്കറിയാം, ദാനം സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം. ഇല്ല, സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. പല ആളുകൾക്ക് ഞാൻ പറയുകയാണ്, നിങ്ങളെ ഇവിടുന്ന് കുറേ പേരെ ഇപ്പോൾ തിരഞ്ഞെടുത്തു, എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഇച്ചിരി പൈസ ദാനമായിട്ട് നൽകാൻ പോവുക. നിങ്ങൾ പറയുമോ? അന്നാ തിരുമേനി തന്നല്ലേ, ദാനമായിട്ട് നൽകിയതല്ലേ, ഇരിക്കട്ടെ, പറയുമോ? നിങ്ങൾ പറയും, അയ്യോ വേണ്ടായിരുന്നു, ഞങ്ങളെക്കാളും ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേരും, ഞങ്ങൾക്ക് വേണ്ട. ഉണ്ടോ? അപ്പോൾ ദാനം സ്വീകരിക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു മാനസികാവസ്ഥ ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ദാനമാണ്. ദാനം സ്വീകരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ എന്താ? ആരാ ദാനം സ്വീകരിക്കാൻ വരുന്നത്? ഒന്നുമില്ലാത്തവന്. വീടുമില്ല, കൊടുക്കുകയില്ല, അഭിമാനവും ഇല്ല, ഒന്നുമില്ല. ഉണ്ടോ? ഒരഭിമാനവും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് കൈനീട്ടാൻ ഒരു മടിയും ഇല്ല. ഇങ്ങനത്തെ മാനസികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ദാനം സ്വീകരിക്കാൻ പറ്റുന്ന മാനസികാവസ്ഥ. തമ്പുരാൻ്റെ മുമ്പിൽ, ദൈവമേ, ഞാനൊന്നുമില്ലാത്തൊരു മനുഷ്യനാണ്, എനിക്ക് കഴിവില്ല, എനിക്ക് പണമില്ല, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്കൊന്നുമില്ല കർത്താവേ. ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് വളരുകയാണെങ്കിൽ എല്ലാം ദൈവം തന്ന ദാനമാണ്. നമുക്ക് കിട്ടിയ ശരീരം ആര് തന്ന ദാന? ദൈവം തന്ന ദാനം. അപ്പനും അമ്മയിലൂടെയും ദൈവം തന്ന ദാനമാണ്. നമ്മുടെ ജീവൻ ആര് തന്നതാ? ദൈവം തന്ന ദാന. നമ്മുടെ സൗന്ദര്യം ആര് തന്നതാ? ദൈവം തന്ന ദാന. ആരോഗ്യം ആര് തന്നതാ? ദൈവം തന്ന ദാന. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലം ആര് തന്നതാ? വാഹനം. അങ്ങനെ നമ്മൾ ആർജിച്ചിട്ടുള്ള എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കൂ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഒരു ബോധ്യം ഉണ്ടാകുന്നവനൊരു കാര്യം മനസ്സിലാകും, ദൈവമേ, ഞാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനാണല്ലോ. അബ്രഹാം അങ്ങനെയായിരുന്നു, എല്ലാം ഉണ്ട്. എന്നാലും അബ്രഹാം തമ്പുരാൻ്റെ മുമ്പിൽ, നീ വലത്തോട്ട് പറഞ്ഞ് ഞാൻ ഇടത്തോട്ട് പോയേക്കാം,
ഇടത്തോട്ട് പറഞ്ഞാൽ വലത്തോട്ട് പോയി. ഞാനൊരു ദരിദ്രൻ, തമ്പുരാനെ ഞാൻ ഒന്നുമില്ലാത്തവനാണ്. ഈ മനസ്സോടുകൂടി അബ്രഹാം ജീവിച്ചു. പ്രിയമുള്ളവരെ, അബ്രഹാം ഇതാ സ്വർഗരാജ്യത്ത് ചെന്നു. ഇതുപോലെ നമ്മളൊക്കെ തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ ഒന്നുമില്ലാത്തൊരു ഭാവിയാണ് കർത്താവെ ഞാനെന്നുള്ള ഒരു മനോഭാവം. ആ പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയി. പരീശൻ എന്നാ പ്രാർത്ഥിച്ചു? ഞാൻ ഞായറാഴ്ച പള്ളിയിൽ പോകാറുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിച്ചുകൊണ്ടിരുന്നു. വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ആ ചുങ്കക്കാരനാകട്ടെ ഇതാ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നോക്കാൻ പോലും പറ്റാതെ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കർത്താവേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് നെഞ്ചത്ത് അടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇതാ ആ ചുങ്കക്കാരനാകട്ടെ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് തിരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ധ്യാനത്തിനിരിക്കുന്ന വ്യക്തിയിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവ് നിറയുന്നത്? ദാനം സ്വീകരിക്കാൻ പറ്റിയ മാനസികാവസ്ഥയുള്ള ആൾക്ക്. ദൈവമേ, എനിക്കൊന്നുമില്ലാത്ത പാപിയാണ് ഞാൻ, എല്ലാം നിൻ്റെ ദാനമാണല്ലോ. ഈ മാനസികാവസ്ഥയിൽ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, എനിക്കൊന്നിനും കുറവില്ല, പണമുണ്ട്, സ്വത്തുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്, അതുകൊണ്ട് ഇനി പരിശുദ്ധാത്മാവ് കിട്ടുന്നേ പോരട്ടെ, ഇല്ലേ വേണ്ട എന്ന മാനസികാവസ്ഥയിലാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ ഇതാ ഒന്നുമില്ലാതെ മുറി പോലെ ധ്യാനകേന്ദ്രത്തിൽ തിരിച്ചു പോകും. അതുകൊണ്ടാണ് പലർക്കും ദൈവാത്മാവിൻ്റെ അഭിഷേകം ഹൃദയത്തിൽ നിറയാത്തത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇന്ന് രാത്രി എളിമപ്പെടണം, തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തണം. നമ്മൾ എവിടെയെങ്കിലും മുട്ടുകുത്തിയാൽ മതി. ഈ ധ്യാനകേന്ദ്രത്തിന് എവിടെ മുട്ടുകുത്തിയാലും കർത്താവ് കേൾക്കും. മുട്ടുകുത്തി പറയണം, തമ്പുരാനെ, ഞാനൊന്നുമില്ലാത്തൊരു പാപിയാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, നിൻ്റെ പരിശുദ്ധാത്മാവില്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇനി ജീവിക്കാനാവില്ലെന്ന് ഞാൻ അറിയുന്നു. കണ്ണുനീരോടെ ഒന്ന് പ്രാർത്ഥിച്ച് ഒന്നുമില്ലെന്ന് മനസ്സിലായി കഴിയുമ്പോൾ കരഞ്ഞു പോകും. പ്രിയമുള്ളവർ, നമുക്കൊന്നും സങ്കടവും കരച്ചിലും വരാത്ത എല്ലാം ഉണ്ടെന്ന് തോന്നുകൊണ്ടാണ്. ഒന്നുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ കരഞ്ഞു പോകും. അതുകൊണ്ടല്ലേ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ബോധമുണ്ടെങ്കിൽ അവൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരും. കാരണം ആരും എന്നെ രക്ഷിക്കാനില്ല. കണ്ടോ? അതുകൊണ്ട് നമ്മൾ അതുപോലത്തെ അവസ്ഥയിലായിരിക്കണം എപ്പോഴും. എൻ്റെ ദൈവമേ, ഒന്നുമില്ലാത്തവനാണ് ഞാൻ. അങ്ങനെ ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ വന്ന് എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാ നമ്മളിവിടെ കാണുകയാണ്, ഇതാ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നത് ദാനം സ്വീകരിക്കാൻ പറ്റിയ ആളുകളുടെ മേലാണ്. ദാനമാണ് പരിശുദ്ധാത്മാവ്. ഇത് പണം കൊടുത്ത് മേടിക്കാൻ പറ്റുമോ? പ്രിയമുള്ളവർ, ലോകത്തിലെ എല്ലാ സാധനങ്ങളെയും വിലയ്ക്ക് കിട്ടും. പരിശുദ്ധാത്മാവിനെ വിലയ്ക്ക് വിൽക്കാനോ വിലയ്ക്ക് വാങ്ങിക്കാനോ സാധിക്കില്ല. ദാനം സ്വീകരിക്കാൻ സജ്ജമായ മനസ്സുകൾക്ക് മാത്രമേ, ശരീരത്തിന് മാത്രമേ, ആത്മാവിന് മാത്രമേ പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ. പരിശുദ്ധാത്മാവിനെ വിലയ്ക്ക് വിൽക്കാൻ ശ്രമിച്ചാൽ, വിലയ്ക്ക് വാങ്ങിക്കാൻ ശ്രമിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ താഴേക്ക് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ ധ്യാനകേന്ദ്രത്തിന് എന്തെങ്കിലും കൊടുത്ത് പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒന്നും കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുകയില്ല. ഈ മാനസികാവസ്ഥയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി അതിന് തൊട്ടുമുമ്പുള്ള വചനം വായിക്കാം. അവരുടെ മേൽ അവർ കൈവച്ചു. പത്രോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. കണ്ടോ? അപ്പോൾ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്തു ചെയ്യും? പകരാനിടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ മന്ത്രവാദിയുടെ അടുക്ക പോയി തലയെ കൈവച്ച് പ്രാർത്ഥിച്ചാൽ എന്നാ പറ്റും? അതുകൊണ്ട് പരിശുദ്ധ സഭ, പ്രത്യേക യാക്കോബായ സുറിയാനി സഭ പ്രത്യേകം നിഷ്കർഷിക്കുന്ന ഒരു കാര്യമുണ്ട്. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന ആരെയാണ്? പുരോഹിതന്മാരാണ്. അതിന് കാരണം ഇത് തന്നെയാണ്. കണ്ടോ? അതുകൊണ്ട് സഭ നിഷ്കർഷിക്കാത്ത ആരിൽ നിന്നും എന്ത് ചെയ്യരുത്? തലയെ കൈവച്ച് പ്രാർത്ഥന സ്വീകരിക്കാൻ പാടില്ല. സഭ നിഷ്കർഷിക്കാം. ഇന്നയാളിൽ നിന്ന് ഓരോ സഭകളും ആ സഭയെ കൂടി ഒന്നിച്ച് തീരുമാനിച്ചിട്ടുണ്ട് ആരിൽ നിന്നെല്ലാം തലയിൽ നിന്ന് കൈവപ്പ് പ്രാർത്ഥന സ്വീകരിക്കാം. അവരിൽ നിന്ന് മാത്രമേ പാപമോചന പ്രാർത്ഥനയും കൈവപ്പ് പ്രാർത്ഥനയും